ശാശ്വതമായി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര നയതന്ത്ര ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയേകി ദക്ഷിണ ലെബനൻ ദീർഘകാല സൈനിക വിന്യാസത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഒരുങ്ങുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ലെബനനും തമ്മിൽ ഒരു പുതിയ ചട്ടക്കൂട് കരാർ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഈ കരാർ മേഖലയിൽ സമാധാനം കൊണ്ടുവരുമെന്ന പരക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും ഇസ്രായേലിന്റെ ഈ പുതിയ നീക്കം അതിർത്തിയിൽ വീണ്ടും കനത്ത അനിശ്ചിതത്വത്തിനും ആശങ്കയ്ക്കും വഴി തുറന്നിരിക്കുകയാണ്. മേഖലയിൽ രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക സുരക്ഷാ മേഖലയിൽ നിന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഉടനെയൊന്നും പിന്മാറില്ലെന്നാണ് പ്രതിരോധ മന്ത്രി കടുപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ലെബനനിലെ ശക്തമായ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധരാക്കുന്നതുവരെ തങ്ങളുടെ സൈന്യം അവിടെ തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാതെ ദക്ഷിണ ലെബനൻ മണ്ണിൽ നിന്ന് ഒരു സൈനികൻ പോലും പിന്നോട്ടു പോകില്ലെന്ന കടുത്ത നിലപാടിലാണ് ഭരണകൂടം. അമേരിക്കൻ നയതന്ത്രജ്ഞർ മുൻകൈയെടുത്ത് തയ്യാറാക്കിയ പുതിയ സമാധാന കരാറിന്റെ ആയുസ്സിനെ ചോദ്യം ചെയ്യുന്നതാണ് ഇസ്രായേലിന്റെ ഈ നിലപാട്. കരാർ ഒപ്പിട്ടതോടെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുമെന്നും ലബനൻ ഔദ്യോഗിക സൈന്യത്തിന് ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം കൈമാറുമെന്നുമാണ് അന്താരാഷ്ട്ര സമൂഹം കരുതിയിരുന്നത്. എന്നാൽ സമാധാന കരാറുകൾ നിലനിൽക്കുമ്പോഴും തങ്ങളുടെ തന്ത്രപരമായ സുരക്ഷാ താൽപര്യങ്ങൾക്കാണ് മുൻഗണനയെന്ന് ഇസ്രായേൽ ഈ പ്രഖ്യാപനത്തിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ഇസ്രായേലിലെ നഗരങ്ങളിലേക്ക് ഹിസ്ബുള്ള നടത്തുന്ന റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ തടയാൻ ദക്ഷിണ ലെബനനിൽ തങ്ങളുടെ നേരിട്ടുള്ള സൈനിക സാന്നിധ്യം അത്യാവശ്യമാണെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വം വിശ്വസിക്കുന്നു. കേവലം ഒരു നയതന്ത്ര കരാർ കൊണ്ട് മാത്രം ഹിസ്ബുള്ളയെ പോലെയുള്ള ഒരു സായുധ സംഘടനയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന നിലപാടിലാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഈ ദീർഘകാല സൈനിക വിന്യാസ പ്രഖ്യാപനം മേഖലയിൽ ഒരു നീണ്ടു നിൽക്കുന്ന സൈനിക പ്രതിസന്ധിക്കും കടുത്ത യുദ്ധാവസ്ഥയ്ക്കും കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തങ്ങളുടെ പരമാധികാര മണ്ണിൽ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിക്കുന്നത് ലബനൻ ഭരണകൂടത്തിനും അവിടുത്തെ ജനങ്ങൾക്കും ഒരുപോലെ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭൂമി തിരിച്ചുപിടിക്കാൻ ഹിസ്ബുള്ള കൂടുതൽ ശക്തമായ തിരിച്ചടികൾക്ക് മുതിരുമെന്നും ഇത് അതിർത്തിയെ വീണ്ടും ചോരക്കളമാക്കുമെന്നും നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വടക്കൻ ഇസ്രായേലിലെ 10,000-കണക്കിന് വരുന്ന ജനങ്ങളുടെ സുരക്ഷിതമായ പുനരധിവാസം ഇസ്രായേൽ സർക്കാരിന് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. മാസങ്ങളായി തുടരുന്ന സംഘർഷം കാരണം അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോയ ജനങ്ങൾക്ക് തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭീഷണി പൂർണ്ണമായും മാറണം. ഈ ജനങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാനുമാണ് ലബനൻ അതിർത്തിക്കുള്ളിൽ കടന്ന് പ്രതിരോധ കോട്ട തീർക്കാൻ ഇസ്രായേൽ സൈന്യത്തെ നിയോഗിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഖ്യാപനം വലിയൊരു നയതന്ത്ര തിരിച്ചടിയാണ്. വലിയ അധ്വാനത്തിനൊടുവിലാണ് ലബനനും ഇസ്രായേലിനും ഇടയിൽ ഒരു ധാരണയിലെത്താൻ വാഷിംഗ്ടണിന് സാധിച്ചത്. എന്നാൽ കരാർ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ തങ്ങളുടെ ദീർഘകാല അധിനിവേശ താൽപര്യങ്ങൾ പുറത്തുവിട്ടത് അമേരിക്കൻ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞർ ഇസ്രായേലിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഹിസ്ബുള്ളയെ നിരായുധരാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാണ് കഴിഞ്ഞകാല ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ ശക്തമായ സാമ്പത്തിക സൈനിക പിന്തുണയുള്ള ഹിസ്ബുള്ള ലെബനനിലെ വെറും ഒരു സായുധ സംഘം മാത്രമല്ല, അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ ഒരു പ്രധാന ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതുവരെ സൈന്യം അവിടെ തുടരുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതൊരു നിസ്സാര കാലയളവ് കൊണ്ടോ അല്ലെങ്കിൽ എളുപ്പത്തിലോ തീരാവുന്ന ഒന്നല്ലെന്ന വ്യക്തമാണ്. ഇത് വർഷങ്ങളോളം നീളുന്ന ഒരു വലിയ സൈനിക അധിനിവേശത്തിലേക്ക് വഴിമാറിയേക്കാം. ദക്ഷിണ ലെബനനിലെ ഈ പുതിയ നീക്കം സൈനിക വിന്യാസം ലെബനന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും കടുത്ത ഇളക്കങ്ങൾ ഉണ്ടാക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ലെബനന് തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ഒരു വിദേശ സൈന്യം നിലയുറപ്പിക്കുന്നത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇസ്രായേലിന്റെ ഈ നീക്കത്തിനെതിരെ ലെബനൻ ഭരണകൂടം ഐക്യരാഷ്ട്രസഭയെ സമീപിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കാനും സാധ്യതയുണ്ട്. എന്നാൽ UN പ്രമേയങ്ങളെ ഇസ്രായേൽ എത്രത്തോളം വിലവെക്കുമെന്നത് സംശയകരമാണ്. മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു പ്രധാന ശക്തിയായ ഇറാന്റെ പ്രതികരണവും ഇതിൽ ഏറെ പ്രധാനമാണ്. തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയെ ദക്ഷിണ ലെബനനിൽ വെച്ച് ഇസ്രായേൽ പൂർണ്ണമായും തകർക്കാൻ ശ്രമിച്ചാൽ ഇറാൻ വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. ഇത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പരോക്ഷ യുദ്ധം വീണ്ടും ശക്തമാകുന്നതിലേക്കും മേഖലയിലാകെ ഒരു വൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിലേക്കും നയിച്ചേക്കാം. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. സമാധാന കരാറുകൾ നിലനിൽക്കുമ്പോൾ തന്നെ സൈനിക വിന്യാസം തുടരുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദം ശക്തമാണ്.
എന്നാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്നും അതിനായി ഏത് അതിർത്തി കടന്നും പ്രവർത്തിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നുമാണ് ഇസ്രയേലിന്റെ ഔദ്യോഗിക നിലപാട്. അതിർത്തിയിലെ ഈ കടുത്ത സംഘർഷാവസ്ഥ ആഗോള വിപണികളെയും ഭൗമരാഷ്ട്രീയത്തെയും ഒരുപോലെ ബാധിക്കും. മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥിരമായ സമാധാനം ഉണ്ടാകില്ല എന്ന സൂചനകൾ എണ്ണവില വർധനവിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമായേക്കാം. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് മേൽ ഇസ്രായേൽ കാറ്റ്സ് നടത്തിയ ഈ പ്രഖ്യാപനം ഒരു ഇരുണ്ട നിഴലായി വീണിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ദക്ഷിണ ലെബനനിലെ സുരക്ഷാ മേഖലയിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിലുള്ള ചെറുകിട ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കാനാണ് സാധ്യത. ഓരോ ഏറ്റുമുട്ടലും വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സമാധാനം ലക്ഷ്യമിട്ട് ഒപ്പിട്ട ചട്ടക്കൂട് കരാർ വെറും ഒരു കടലാസ് രേഖയായി മാറുമോ അതോ അതിന്മേൽ എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നത് വരും ആഴ്ചകളിൽ അറിയാം. ദക്ഷിണ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പെട്ടെന്നൊന്നും പിന്മാറില്ലെന്ന ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ നിരായുധീകരണവും വടക്കൻ ഇസ്രായേലിന്റെ സുരക്ഷയും മുൻനിർത്തി നടത്തുന്ന ഈ ദീർഘകാല വിന്യാസം മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് പകരം കൂടുതൽ അശാന്തി വിതയ്ക്കാനാണ് സാധ്യത. ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയും ആശങ്കയോടെയുമാണ് ലെബനൻ അതിർത്തിയിലെ ഈ പുതിയ സൈനിക നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്.